ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നും ഒരു കോളോ മെസ്സേജോ മാനിഫെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിനെ പറ്റിയാണ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ടോപ്പിക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാലത്ത് മീൻസ് രാവിലെ എണീറ്റ ഉടനെയാണ് നിങ്ങൾ ഈ ഒരു ടെക്നിക്ക് ചെയ്യേണ്ടത്. കാരണം ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് പെട്ടെന്ന് തന്നെ എത്തിക്കാനായിട്ട് പറ്റും. അങ്ങനെ എത്തിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് 100% റിസൾട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ രാവിലെ എണീറ്റ ഉടനെ എന്ന് പറയുന്നത് ഉറക്കത്തിൽ നിന്നും നമ്മൾ ഉണർന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ ഇത് ചെയ്യുക. നമ്മൾ ബെഡിൽ നിന്ന് എണീറ്റിരിക്കേണ്ട ആവശ്യം പോലുമില്ല. നിങ്ങൾക്ക് കിടന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ്. മീൻസ് ഒരു വിഷ്വലൈസേഷൻ പ്രോസസ്സാണ്, പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. അത് ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഉണർന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ കണ്ണുകൾ അടച്ച് തന്നെ പിടിക്കുക. എന്നിട്ട് ഒരു 10 ദീർഘശ്വാസം എടുത്തു വിടുക. അത് മനസ്സിനെ ഒന്നുകൂടി ഡീപ്പായിട്ട് കാമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 10 ബ്രീത്ത് എടുത്ത് വിടുന്നു. അതിനുശേഷം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ ഒരു വ്യക്തി നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നു. നിങ്ങൾ ആ മെസ്സേജസ് കാണുന്നു, മനസ്സിൽ അതിങ്ങനെ വിഷ്വൽ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് റിപ്ലൈ ചെയ്യുന്നു. എന്താണോ ഇങ്ങോട്ട് അയക്കുന്നത് അതിന് മറുപടിയായിട്ട് മെസ്സേജ് അയക്കുന്നു. അതിങ്ങനെ വിഷ്വൽ ചെയ്യുക ഒരു മിനിറ്റോളം. അത് കഴിഞ്ഞാൽ കോള് റിങ് ചെയ്യുന്നു, ഫോണ്. എന്നിട്ട് ആ ഫോണ് അറ്റൻഡ് ചെയ്യുന്നു. നിങ്ങൾ അങ്ങോട്ട് സംസാരിക്കുന്നു, അവരിങ്ങോട്ട് സംസാരിക്കുന്നു. നല്ല സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. എന്താണ് സംസാരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ തിരിച്ചു പറയുന്നതും കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിൽ പറയാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ മനസ്സിൽ പറയുക, അത് കൃത്യമായിട്ട് അനുഭവിക്കുക, മാക്സിമം അത് ഫീൽ ചെയ്യുക. ആ ഒരു മൊമെൻറ്റിൽ നമുക്കുണ്ടാകുന്ന ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസി നമ്മുടെ ബോഡിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അത് ഇപ്പോൾ ഈ നിമിഷം റിയൽ ആയിട്ട് നടക്കുന്നതാണ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അത് മാക്സിമം ഫീൽ ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ടോക്കിംഗ് ആരംഭിക്കാം. ഓക്കെ, മെസ്സേജിങ്ങിലാണെങ്കിലും ഗുഡ് മോർണിംഗ് ഒക്കെ എന്ത് ചെയ്യാം, പറയാം. അപ്പം നിങ്ങൾക്ക് ആ ഒരു മോർണിംഗ് എന്നുള്ള ആ ഒരു ഫീലും കിട്ടും. അങ്ങനെ മാക്സിമം 5 സെൻസസ് കൊണ്ട് ഫീൽ ചെയ്തുകൊണ്ട് അത് കാണുക. ഒരു 3 മിനിറ്റോ 5 മിനിറ്റോ മാക്സിമം 3 to 5 മിനിറ്റ്സ് വിഷ്വൽ ചെയ്താൽ മതി. അത് കഴിഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അഫർമേഷൻ കൂടി നിങ്ങൾ മനസ്സിൽ പറയണം. അത് 11 തവണയാണ് നിങ്ങൾ പറയേണ്ടത്. ആ അഫർമേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, നിങ്ങളൊന്ന് നോട്ട് ചെയ്തെടുക്കുക. ആ അഫർമേഷൻ പറയുന്നതിന് തൊട്ട് മുൻപായിട്ട് ഒരു കാര്യം സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ ഇഷ്യൂസ് ഷെയർ ചെയ്ത് അതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് പാച്ചപ്പ് ആക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇനി ഞാൻ ആ ഒരു അഫർമേഷൻ പറഞ്ഞുതരാം. ആ അഫർമേഷൻ നിങ്ങൾ 11 തവണയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. എഴുതിയെടുത്തോ. ഒന്ന്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുടെ പേര് ആദ്യം പറയാം. ഞാനൊരു എക്സാമ്പിൾ ആയിട്ടൊരു പേര് ഇവിടെ പറയുന്നു. ആ പേര് നിങ്ങളൊന്ന് മാറ്റിക്കൊടുത്താൽ മതി. ചിത്ര എന്നെ വിളിക്കുകയും എനിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്യുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷവാനും നന്ദിയുള്ളവനുമാണ്. ഇനി ഒരു പെൺകുട്ടിയാണ് ഇത് എഴുതുന്നതെങ്കിൽ പേരിൽ മാറ്റം വരും, അല്ലെ? നമുക്കറിയാം. ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നു. അരുൺ എന്നെ വിളിക്കുകയും എനിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്യുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷവതിയും നന്ദിയുള്ളവളുമാണ് എന്നുള്ള രീതിയിൽ പറയാം. ഒരു പെൺകുട്ടിയാണ് ഇത് എഴുതുന്നതെങ്കിൽ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഒന്ന് ചിന്തിച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ആ ഒരു അഫർമേഷൻ സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ 11 തവണ റിപ്പീറ്റ് ചെയ്ത് പറയണം. അപ്പോൾ ഈ ഒരു അഫർമേഷൻ നിങ്ങൾ മനസ്സിൽ പഠിച്ചതിന് ശേഷം വേണം ഈ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാൻ. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ഉറങ്ങുക, അടുത്ത ദിവസം മോർണിംഗ് മുതൽ അത് ചെയ്തു തുടങ്ങുക. അപ്പോൾ ഇന്ന് തന്നെ ഈ അഫർമേഷൻ പഠിച്ചിട്ട് രാത്രിയോ എപ്പോഴാണോ ഫ്രീ ടൈം കിട്ടുന്നത് അപ്പോൾ ബൈ ഹാർട്ട് ചെയ്തതിന് ശേഷം കിടക്കുക. മോർണിംഗിൽ
നമ്മൾ എണീക്കുന്നു, ബ്രീത്ത് ചെയ്യുന്നു, വിഷ്വലൈസേഷൻ ചെയ്യുന്നു, ഈ അഫർമേഷൻ 11 തവണ പറയുന്നു. അപ്പം നമ്മൾ ഇത് തുടർച്ചയായിട്ട് കുറച്ച് ദിവസം ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് കൃത്യമായിട്ട് എത്തുക. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒരു 21 ദിവസമെങ്കിലും നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 100% ഗ്യാരണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യും, നിങ്ങളെ വിളിക്കും. ഒരു സംശയവും വേണ്ട. പിന്നെ ഇത് വർക്കാവുന്നത് ഏത് കേസിലാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഓൾറെഡി പരിചയമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ അവരുടെ കയ്യിലുണ്ടെങ്കിൽ, ഓൾറെഡി ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കണക്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് പെട്ടെന്ന് ഇത്തരത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പോൾ ചില ആളുകൾ ഇത് കേൾക്കുമ്പോൾ, ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഏതെങ്കിലും വലിയ സിനിമാ നടനോ അല്ലെങ്കിൽ വലിയ സിനിമാ നടിയോ എന്നെ വിളിക്കണം എന്ന് ആഗ്രഹിച്ച് വിഷ്വലൈസേഷൻ ചെയ്തത് കൊണ്ട് റിസൾട്ട് കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു കോമൺ സെൻസ് കൂടി ഇതിൽ യൂസ് ചെയ്യണം. ഞാൻ പറഞ്ഞാൽ ഓൾറെഡി പരിചയമുള്ള നിങ്ങളുടെ നമ്പർ അവരുടെ കൈവശമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ അവർക്ക് കിട്ടാൻ സാധ്യതയുള്ള കേസുകളിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഒരു വിശ്വാസം ഉണ്ടാവുകയും അതോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് 100% കിട്ടുകയും ചെയ്യും. പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് ഇത് നടക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യുക. വിശ്വാസം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. പിന്നെ ഏർലി മോർണിംഗിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കണ്ണുകൾ തുറക്കുന്ന സമയത്ത് ഫസ്റ്റ് ആക്ടിവിറ്റി നമ്മൾ ഇത് തന്നെ ചെയ്യുക. കണ്ണുകൾ അടച്ച് ചെയ്ത് പിന്നീട് കണ്ണുകൾ തുറന്ന് റിയൽ ലൈഫിലോട്ട് വരിക. അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യാൻ സാധിക്കട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളെ വിളിക്കട്ടെ, മെസ്സേജ് അയക്കട്ടെ. ഹാപ്പി ആയിട്ട് ആ റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ, മീൻസ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് വിളിക്കാം. പിന്നെ നമുക്ക് ലവ് മാസ്റ്ററി എന്ന് പറയുന്ന 21 ദിവസത്തെ ഒരു ഗൈഡൻസ് ഉണ്ട്. പ്രോപ്പർ ഗൈഡൻസ് ആണ്. ലോ ഓഫ് അട്രാക്ഷനിലെ കുറേ ആക്ടിവിറ്റീസ് അതിലുണ്ട്. ആക്ടിവിറ്റീസൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ട് ആ ഒരു ലവ് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനും അവരുമായിട്ടൊരു ഡീപ്പ് കണക്ഷൻ, അഥവാ നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ളൊരു മാനസികാവസ്ഥ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനും പറ്റും, നിങ്ങളുടെ തന്നെ ചിന്തയുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട്. അല്ലാതെ ഇത് കൂടോത്ര മന്ത്രവാദമൊന്നുമല്ല, നമ്മുടെ തന്നെ തോട്ട്, നമ്മുടെ തന്നെ പവർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം അത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ ഒരു കോഴ്സിലോട്ട് വരാം, എന്നിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാവുന്നതാണ്. നിങ്ങളിത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുക, ദുരുപയോഗം ചെയ്യാതിരിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്.